ഹരിവരാസനം പാടി രാത്രി 11 മണിക്ക് നട അടച്ചതിനു ശേഷം മാളികപ്പുറത്ത് മണിമണ്ഡപത്തിന് മുൻപിൽ നടക്കുന്ന ഗുരുതിയോടെയാണ് ശബരിമല മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനമാകുന്നത്. നാളെ പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം. രാവിലെ 5:30 ഗണപതി ഹോമത്തിനു ശേഷം തിരുവാഭരണ മടക്ക ഘോഷയാത്ര പുറപ്പെടും. തുടർന്ന് രാജപ്രതിനിധിയുടെ ദർശനത്തിനു ശേഷം മേൽശാന്തി അയ്യപ്പ വിഗ്രഹത്തിൽ വിഭൂതി അഭിഷേകം നടത്തി ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം അയ്യപ്പന്റെ അനുഗ്രഹത്തോടെയും ഭക്തരുടെ നിറഞ്ഞ സംതൃപ്തിയോടെയുമാണ് സമാപിക്കുന്നതെന്ന് ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി പറഞ്ഞു. സ്വാമി ശരണമയ്യപ്പ. നമ്മുടെ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം വളരെ ഭംഗിയായിട്ട് നടന്നു. അതിന്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള നെയ്യഭിഷേകം, അവിടുത്തെ നെയ്യഭിഷേകം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റ് അഭിഷേകങ്ങളൊന്നും പിന്നെ ഉണ്ടാവുന്നതല്ല. അവസാനത്തെ നെയ്യഭിഷേകം പന്തളം കൊട്ടാരത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ ഇന്നത്തെ കളഭാഭിഷേകവും കഴിഞ്ഞാൽ ഈ മകരവിളക്ക് മഹോത്സവത്തിനനുബന്ധിച്ച് മറ്റ് കളഭാഭിഷേകങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ഇതെല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്, അതിനൊരു സംശയമില്ല. ഇവിടെ എത്തിയ ഭക്തജനങ്ങളെല്ലാം വളരെ സംതൃപ്തിയിലാണ്. അവർക്ക് ദർശനം കിട്ടിയതും അവരുടെ അനുഭവങ്ങളും ഒക്കെ വളരെ നന്നായിട്ട് അവര് നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. അതൊരു നല്ലൊരു മണ്ഡലകാലം തന്നെയാണ് ഈ വർഷം നമുക്ക് ഉണ്ടായിരിക്കുന്നത്. വളരെ ഭംഗിയായി തന്നെ മണ്ഡല മകരവിളക്ക് ഉത്സവങ്ങൾ നടന്നു. ഭക്തജനങ്ങളുടെ ഗംഗാപ്രവാഹമായിരുന്നു ഈ തീർത്ഥാടന കാലം. സർക്കാരും ദേവസ്വം ബോർഡും വിവിധ വകുപ്പ് ജീവനക്കാരും പരിപൂർണ പിന്തുണ നൽകിയതിന്റെ ഫലമായാണ് മണ്ഡലകാലം മികച്ച രീതിയിൽ പൂർത്തിയായത്. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.